In every walk with nature, one receives far more than he seeks. പ്രകൃതിയുമായിട്ടുള്ള ഓരോ നടത്തത്തിലും ഒരാൾക്ക് അയാൾ ചിന്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അയാൾ തേടുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കിട്ടും. ഇങ്ങനെ പറഞ്ഞത് ജോൺ മുയറാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ഇംഗ്ലീഷിലെ പാഠഭാഗം നേച്ചേഴ്സ് പ്ലെൻറ്റി അഥവാ പ്രകൃതിയുടെ ഫലഭൂഷ്ഠത അല്ലെങ്കിൽ പ്രകൃതിയുടെ സമൃദ്ധി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോ 7ാം ക്ലാസ്സിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് നേച്ചേഴ്സ് പ്ലെൻറ്റി അഥവാ പ്രകൃതിയുടെ സമൃദ്ധി. രണ്ടാമത്തെ യൂണിറ്റ് ടെയിൽസ് ആൻഡ് ട്യൂൺസ്. രണ്ടാമത്തെ യൂണിറ്റ് ടെയിൽസ് ആൻഡ് ട്യൂൺസ്, കഥകളും ഈണങ്ങളും. മൂന്നാമത്തെ യൂണിറ്റ് മാൻ ആൻഡ് മീഡിയ. മൂന്നാമത്തെ യൂണിറ്റ് ആണ് മാൻ ആൻഡ് മീഡിയ, മനുഷ്യനും മാധ്യമങ്ങളും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോവാം. ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോവാം. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് നമ്മൾ മുൻപേ പറഞ്ഞു, നേച്ചേഴ്സ് പ്ലെൻറ്റി അഥവാ പ്രകൃതിയുടെ സമൃദ്ധി എന്നാണ്. ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ വളരെ മനോഹരമായ ഒരു കുറച്ച് പടങ്ങൾ, പിക്ചേഴ്സ് നമുക്ക് കാണാം, ചിത്രങ്ങൾ നമുക്ക് കാണാം. അതിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ, മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കോട്ട് നമുക്ക് കാണാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കുക അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നല്ലതുപോലെ ഒന്ന് നോക്കുക. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നിങ്ങൾക്ക് എല്ലാം നല്ലതുപോലെ മനസ്സിലാകും. അപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ, വിഖ്യാതനായിട്ടുള്ള മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോട്ട് അല്ലെങ്കിൽ ഉദ്ധരണിയോടെയാണ് ഈ പാഠം തുടങ്ങുന്നത്. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ, അല്ലെ, പ്രകൃതിയിലേക്ക് നല്ലതുപോലെ നോക്കുക. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നിങ്ങൾക്ക് എല്ലാം നല്ലതുപോലെ മനസ്സിലാകും എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോട്ടോട് കൂടിയാണ് ഈ പാഠം തുടങ്ങുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. There are 3 lessons in the first unit of English in 7th standard. ഒന്നാമത്തെ പാഠം How far is the river എന്ന പാഠമാണ്. വിഖ്യാതനായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള റസ്കിൻ ബോണ്ട് അദ്ദേഹം എഴുതിയ How far is the river അല്ലെങ്കിൽ പുഴയിലേക്ക് ഇനി എത്ര ദൂരം എന്ന പാഠമാണ്, എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പാഠം, രണ്ടാമതൊരു കവിതയാണ് ദി എക്കോയിങ് ഗ്രീൻ, അതല്ലെങ്കിൽ പ്രതിധ്വനിപ്പിക്കുന്ന പച്ചപ്പ്. ദ എക്കോയിങ് ഗ്രീൻ എന്ന മഹാനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ വില്യം ബ്ലേക്കിന്റെ, ഇംഗ്ലീഷ് കവിയായിട്ടുള്ള വില്യം ബ്ലേക്കിന്റെ ദ എക്കോയിങ് ഗ്രീൻ അഥവാ പ്രതിധ്വനിപ്പിക്കുന്ന പച്ചപ്പ് എന്ന കവിതയാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തേത് വിഖ്യാതനായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ RK നാരായണന്റെ സ്നേക്ക് ഇൻ ദ ഗ്രാസ് അല്ലെങ്കിൽ പുല്ലിന്റെ ഇടയിൽ പാമ്പ് അല്ലെങ്കിൽ പുൽമേടയിൽ പാമ്പ് എന്ന പാഠമാണ്, എന്നൊരു ചെറുകഥയാണ് മൂന്നാമതുള്ളത്. അപ്പോ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നേച്ചേഴ്സ് പ്ലെൻറ്റി അഥവാ പ്രകൃതിയുടെ സമ്പന്നത അല്ലെങ്കിൽ പ്രകൃതിയുടെ സമൃദ്ധി എന്ന യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാഠം ഹൗ ഫാർ ഈസ് ദ റിവർ, അതല്ലെങ്കിൽ പുഴയിലേക്ക് ഇനി എത്ര ദൂരം എന്ന റസ്കിൻ ബോണ്ടിന്റെ കഥയാണ്. രണ്ടാമത് ദ എക്കോയിങ് ഗ്രീൻ എന്ന വില്യം ബ്ലേക്കിന്റെ കവിത. മൂന്നാമത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് അല്ലെങ്കിൽ പുൽമേടയിൽ അല്ലെങ്കിൽ പുല്ലിന്റെ ഇടയിൽ പാമ്പ് എന്ന RK നാരായണന്റെ വളരെ മനോഹരമായിട്ടുള്ള ചെറുകഥ. ഈ 3 കഥകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ പാഠം തുടങ്ങുന്നത്, അപ്പൊ ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാം ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഉണ്ട്. നമുക്ക് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പാഠത്തിലേക്ക് കടക്കാം. നമുക്ക് തന്നിരിക്കുന്ന ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. ഞങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. റീഡ് ഇറ്റ് കെയർഫുള്ളി, നല്ലതുപോലെ വായിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കാം. അപ്പോൾ ഈ പത്രവാർത്ത, ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് നോക്കാം. നേച്ചേഴ്സ് ഡോക്ടർ. നേച്ചേഴ്സ് ഡോട്ടർ. നേച്ചർ എന്നാൽ പ്രകൃതി, ഡോട്ടർ എന്നാൽ മകൾ, പ്രകൃതിയുടെ മകൾ എന്നാണ് ഈ കട്ടിങ്ങിൻ്റെ, ഈ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങിൻ്റെ തലക്കെട്ട്. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്ന സ്ഥലം, അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ട രീതിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കുകയാണ്. ഒരു തലക്കെട്ടുണ്ടാവും, ഇത് സംഭവിച്ച സ്ഥലം, ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമുണ്ടാവും. ഇവിടെ ജാർഖണ്ഡ് എന്ന സ്ഥലത്ത് നിന്നാണ്, എന്ന സംസ്ഥാനത്ത് നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോവാം. ലിവിങ് ക്ലോസ് ടു നേച്ചർ.
പ്രകൃതിയോട് ചേർന്ന് അല്ലെങ്കിൽ പ്രകൃതിയോട് അടുത്ത് ജീവിക്കുക ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. അത് എന്നാൽ പ്രകൃതിയോട് അടുത്ത് ജീവിക്കുക എന്നാൽ ലിവിങ് ലൈഫ് ഇൻ ഫുൾ, ജീവിതം പൂർണ്ണമായി ജീവിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? പ്രകൃതിയോട് അടുത്ത് താമസിക്കുന്നത് ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. സൂര്യമണീസ് സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ. സൂര്യമണീസ് സ്റ്റോറി, സൂര്യമണിയുടെ കഥ, വിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും എന്തായിരിക്കും? ബി ആൻ ഐ ഓപ്പണർ. ഐ ഓപ്പണർ എന്നാൽ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. ടു ദോസ്, ആർക്ക്? ഹു ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം നേച്ചർ. ഡെലിബറേറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം എന്നാണ്. അപ്പം ഡെലിബറേറ്റ്ലി വാക്കിംഗ് അവേ എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം നടന്നകലുന്ന, ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്നും നടന്നകലുന്ന ആൾക്കാർ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും നടന്നകലുന്ന ആളുകൾക്കുള്ള വളരെ കൂളായിട്ട് പ്രകൃതിയിൽ നിന്നും നടന്നകലുന്ന ആളുകൾക്കൊരു ഐ ഓപ്പണർ, അവരുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. ആരുടെ കഥ? സൂര്യമണിയുടെ കഥ. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ അവിടെ പറയുന്നത് എന്താണ്? പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്നത് പൂർണ്ണമായി ജീവിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ സൂര്യമണി ആണ് നമ്മുടെ ഈ പത്രക്കുറിപ്പിലെ അല്ലെങ്കിൽ ഈ പത്രക്കട്ടിങ്ങിലെ നായിക എന്ന് നമുക്ക് മനസ്സിലാകും. സൂര്യമണിയുടെ കഥ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കും എന്നാണ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നത്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. അപ്പോൾ ആരാണ് സൂര്യമണി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. സൂര്യമണി ട്രൈബൽ, ആദിവാസി, നേച്ചർ ആക്ടിവിസ്റ്റ്, പ്രകൃതി പ്രവർത്തക അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷകയാണ് സൂര്യമണി. അപ്പോൾ സൂര്യമണി ആരാണ്? ആദിവാസി, പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്? ആദിവാസികൾക്കും പ്രകൃതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്? സൂര്യമണി. ഹൂ ലവ്സ് ദ ഫോറസ്റ്റ്. അവൾ എന്ത് ചെയ്യുന്നു? ഹൂ ലവ്സ് ദ ഫോറസ്റ്റ്. ഈ കാടിനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, വനത്തെ സ്നേഹിക്കുന്നു. ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെർ ഓൺ. അവൾ എന്ത് ചെയ്യുന്നു? ആൻഡ് കൺസിഡേഴ്സ്, കൺസിഡർ ചെയ്യാന്നാൽ പരിഗണിക്കുക. കൺസിഡേഴ്സ് ഇറ്റ് ആസ് ഹെർ ഓൺ, അത് അവളുടെ സ്വന്തമായി പരിഗണിക്കുന്നു. അല്ലേ? നമ്മൾ സ്വന്തം എന്ന് കരുതുമ്പോഴാണ് പരിഗണന കൂടുതൽ എന്തിനെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ സൂര്യമണി എന്താ ചെയ്യുന്നത്? അവൾ ഈ പ്രകൃതിയെ സ്വന്തമാണ് എന്ന് പരിഗണിക്കുന്നു. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ്. അവൾ എന്ത് ചെയ്തു? ഫോറസ്റ്റ്, കാടിനെ അല്ലെങ്കിൽ വനത്തെ സ്നേഹിച്ചു. ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. ആൻഡ് ന്യൂ ദാറ്റ്, അവൾക്കറിയാം എന്താണ്? ദാറ്റ് ഷീ കുഡ് ഡു, അവൾക്ക് ചെയ്യാൻ കഴിയും. സംതിങ്, എന്തെങ്കിലും. ടു സേവ് ഇറ്റ്, എന്തെങ്കിലും അവളെ കൊണ്ട് ഈ വനത്തെ അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് സൂര്യമണിക്ക് അറിയാമായിരുന്നു. ഇൻ കോളേജിൽ ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സേവ് ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. കോളേജിൽ ഷീ ബിക്കെയിം, അവൾ എന്തായി? എ പാർട്ട് ഓഫ്, ഒരു ഭാഗമായി. എന്തിൻ്റെ ഭാഗം? ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. വനത്തെ സംരക്ഷിക്കൂ എന്ന പ്രസ്ഥാനത്തിൻ്റെ, അല്ലേ, വനസംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവൾ മാറി. ഷീ വെൻറ്റ് ഓൺ നേച്ചർ വാക്സ്. അവൾ എന്ത് ചെയ്തു? നേച്ചർ വാക്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് ഉള്ള നടത്തം. വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. ആരോടൊപ്പം? കുട്ടികളോടൊപ്പം. ഓൺ വീക്കെൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആഴ്ചയുടെ അവസാനം, വാരാവസാനം, അല്ലേ? ആഴ്ചയുടെ അവസാനം, ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികളോടൊത്ത് എന്താണ് ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്
പോയി എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ, എന്നിട്ട് അവർക്ക് ഈ കുട്ടികൾക്ക് എന്ത് വിവരിച്ചു കൊടുക്കും? ദാറ്റ് അവർ സർവൈവൽ, നമ്മുടെ അതിജീവനം, സർവൈവൽ എന്നാൽ അതിജീവനം, ഈസ് ലിങ്ക്ഡ് വിത്ത്, എന്തുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്, വനത്തിൻ്റെ അല്ലെങ്കിൽ കാടിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കുട്ടികളോട് അവൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പത്ര ക്ലിപ്പിങ്ങിൽ അല്ലെങ്കിൽ ഈ പത്ര കട്ടിങ്ങിൽ നമ്മൾക്ക് എന്ത് കാണാം? സൂര്യമണി എന്ന പെൺകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സൂര്യമണി എന്ന കുട്ടി എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വനസംരക്ഷണ പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് കുട്ടികളോടൊപ്പമൊക്കെ വനയാത്രകളൊക്കെ നടത്തി അവർക്ക് ഈ നമ്മുടെ അതിജീവനം, വനത്തിൻ്റെ അതിജീവനം അല്ലെങ്കിൽ പ്രകൃതിയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടു എന്ന് ബോധവൽക്കരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സൂര്യമണി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ പത്ര കട്ടിംഗ് അഥവാ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കണ്ടു, വായിച്ചു, നമ്മൾ അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി. ഇനിയിപ്പോൾ അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട്, ഒരു ചോദ്യം നിങ്ങൾക്ക്, ഒരു ആക്ടിവിറ്റി നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക്. നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്രകൃതിയിലേക്ക് ഒരു നടത്തം അല്ലെങ്കിൽ എന്താണ് ഒരു പരിസ്ഥിതിയിലേക്ക് ഒരു നടത്തം നിങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഒരു വനത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ പ്ലേസിലേക്ക് നിങ്ങൾ പോവുകയാണ്. വിത്ത് യുവർ ടീച്ചർ, ആരുടെ കൂടെയാണ്? നിങ്ങളുടെ അധ്യാപകന്റെ കൂടെ അല്ലെങ്കിൽ അധ്യാപികയുടെ കൂടെ പോവുകയാണ്. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ആ എക്സ്പീരിയൻസ്, ആ അനുഭവം എങ്ങനെയായിരിക്കും? ലിസ്റ്റ് ദം ബിലോ. അപ്പൊ താഴെ ഒരു കോളം ഉണ്ട്, ആ കോളത്തിലേക്ക് എന്ത് ചെയ്യുക? അത് ലിസ്റ്റ് ചെയ്യുക, എഴുതുക. ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്, അല്ലെ, അനുയോജ്യമായ കോളങ്ങളിൽ അതെന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത്? ഐ കുഡ് സീ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ വനത്തിലേക്കോ അല്ലെങ്കിൽ എന്താണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റി? ഐ കുഡ് സീ, നിങ്ങൾക്ക് എന്തെല്ലാം അവിടെ കാണാൻ പറ്റി എന്നാണ് ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് എന്തെല്ലാം കേൾക്കാൻ പറ്റി. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് ഐ കുഡ് സെൻസ്, നിങ്ങൾക്ക് എന്തെല്ലാം അനുഭവിക്കാൻ പറ്റി, അല്ലെ, നിങ്ങൾക്ക് എന്തെല്ലാം അറിയാനായിട്ട് പറ്റി. അതാണ് നിങ്ങൾ മൂന്നാമത്തെ കോളത്തിലേക്ക് എഴുതുന്നത്. നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മൾ നേച്ചേഴ്സ് പ്ലെന്റി എന്ന അല്ലെങ്കിൽ പ്രകൃതിയുടെ സമൃദ്ധി എന്ന യൂണിറ്റിലെ ആദ്യത്തെ, അതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നമ്മൾ വായിച്ചു മനസ്സിലാക്കി. അതിന്റെ അർത്ഥവും അതിനെ തുടർന്നുണ്ടായിരുന്ന 2-3 വർക്കുകളും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പൊ ഇനിയുള്ളത് നമുക്ക് ആദ്യത്തെ പാഠം, നമ്മുടെ ഈ നേച്ചേഴ്സ് പ്ലെന്റി എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അതിന്റെ പേര് ഹൗ ഫാർ ഈസ് ദ റിവർ, അതല്ലെങ്കിൽ പുഴയിലേക്ക് ഇനി എത്ര ദൂരം എന്ന വിഖ്യാതനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടിന്റെ ചെറുകഥയാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുഞ്ഞൊരു ടോപ്പിക്കാണ് എടുത്തത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്ത പാഠവുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.